Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇവിടെയുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കൊടുത്താട്ടെ. You lift our hands and praise the Lord. എനിക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലേക്ക് പലരും ആമേൻ ഹല്ലേലൂയ ഇറങ്ങി പോകുന്നുണ്ട്. I know many of you went back a couple of years. Praise the Lord. ആമേൻ കർത്താവിന് നമുക്ക് കൃപ നൽകിയത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. Thank God for giving us the grace We to do that. are the children of God. നാം ദൈവത്തിന്റെ മക്കളാണ്. We are God's children. യേശുവാണ് നമുക്ക് വേണ്ടി വില കൊടുത്തത്. Our Jesus paid a price for us. യേശുവിന്റെ രക്തത്താലാണ് നമ്മെ വീണ്ടെടുത്തത്. God redeemed us by his blood. യേശു കാൽവറിയിൽ കാണിച്ചെന്ന മാതൃക സ്നേഹത്തിന്റെ മാതൃകയാണ്. The example Jesus showed on the cross was an example of love. പ്രാണനെ യാഗമാക്കി അവൻ നമ്മെ സ്നേഹിച്ചു. He sacrificed his soul for us. അപ്പോസ്തലൻ പറയുമ്പോൾ നാം പാപികളായിരിക്കെ, even when we were sinners, ആമേൻ, നാം ക്രൂശിന്റെ ശത്രുക്കളായിരിക്കെ, even when we were enemies of the അവൻ cross, നമ്മെ സ്നേഹിപ്പാനിടയായി. he loved us. ആമേൻ. അതുകൊണ്ട് അപ്പോസ്തലനായ യോഹന്നാനിലൂടെ പറയുന്നത്, That's why John the apostle ആമേൻ, നിങ്ങൾ says തമ്മിൽ you need സ്നേഹിപ്പീൻ. to love each other. നമുക്ക് ആരോടും പണക്കമില്ല. We're not having hatred നമുക്ക് towards ആരോടും anyone. വൈരാഗ്യമില്ല. We don't have any ആമേൻ. hatred towards കാരണം നാം anyone. ദൈവത്തിന്റെ മക്കളാണ്. Because we're children of കഴിഞ്ഞ the Lord. കാലങ്ങളിൽ നമ്മോടൊപ്പം ആരാധിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം I ചെയ്യുന്നു. thank God for people who worship ആമേൻ. with us in the ഹല്ലേലൂയ. past. അവരിൽ നിന്ന് ആരെങ്കിലും നിന്ന് നമുക്ക് കൈപ്പിന്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, We've had any ആമേൻ experiences from ഹല്ലേലൂയ, them. മനഃപൂർവ്വമായി നാം We ക്ഷമിക്കുവാനിടയായി. need to forgive them. ആമേൻ ഹല്ലേലൂയ. ആമേൻ. ഈ നാളുകളിൽ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും കർത്താവ് നമുക്ക് കൃപ We തരട്ടെ. need to pray for them these ആമേൻ. നാം days. കർത്താവിന്റെ അനുയായികളാണ്. We're followers of ആമേൻ. Jesus. കർത്താവിന്റെ ആമേൻ ഹല്ലേലൂയ പാത പിന്തുടരുന്നവരാണ്. We follow the path ആ of പാതയുടെ Jesus. അവസാനം നിത്യതയാണ്. The end of that Praise path the is Lord. eternity. ആ Amen. പാതയിലുള്ളവർ ഒരു കാരണവശാലും വഴിതെറ്റി People പോകയില്ല. on that path will never lose ആമേൻ. their way. ദൈവത്തിന്റെ ആത്മാവിനായിട്ട് നമ്മെ Let the Spirit of the ശക്തീകരിക്കുമാറാകട്ടെ. Lord enable us for Praise the that. Lord. Amen. Praise the Lord. Amen. ആമേൻ. ഫലമുള്ളതിലെ ഏറുവരുവാനിടയായി തീരും. Only a fruitful tree will get thrown at. ആയതുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ So കഴിയണം. let's praise the Lord. ആമേൻ. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആരാധനയോടുള്ള ബന്ധത്തിലാണ്. We're discussing and ആമേൻ. thinking about കഴിഞ്ഞ worship. രണ്ടാഴ്ചകളിൽ പഴയ നിയമ ആരാധനയോടുള്ള ബന്ധത്തിൽ മുഖവര പറയുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൃപ The ചെയ്തു. last 2 weeks we did an introduction to the ആമേൻ. Old Testament ഹല്ലേലൂയ. worship. കഴിഞ്ഞ ആഴ്ച നാം വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് ആമേൻ ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അതിന്റെ 2 ആമേൻ 5 വാക്യങ്ങളാണ്. Passage we read last week was Genesis 22 verses 2 and 5. ഒന്നുള്ളത് വായിച്ചാട്ടെ. Let's read it once again. ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. ആമേൻ. ഇവിടെ ഇസ്ഹാക്കിനെ ഹോമയാഗം കഴിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We can see God asking Abraham to offer Isaac as the sacrifice. അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ Verses 5 says, ആമേൻ, അബ്രഹാം ബാല്യക്കാരോട് വായിച്ചാട്ടെ. അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. so we see Abraham saying, I and the boy will go over there and worship and come again to you. ഈ 2 വാക്യങ്ങളെ ഒന്ന് ചേർത്ത് പഠിച്ചാട്ടെ. We need to learn these 2 verses together. അപ്പോൾ അവിടെ ആരാധന എന്താണ്? What is worship here? എന്താണ് അവിടെ ആരാധന? What is worship ആമേൻ. here? യാഗമാണ് അവിടെ ആരാധന. Worship is a sacrifice. യാഗമാണ് അവിടെ ആരാധന. Worship is a sacrifice. ആമേൻ. there. എന്താണ് അവിടെ യാഗം കഴിക്കുന്നത്? What is being ആമേൻ. sacrificed? ഇസ്ഹാക്കിനെയാണ്. Isaac is being sacrificed. ഇസ്ഹാക്കിന്റെ ജീവനെയാണ്. The life of Isaac is ആമേൻ. being ഹല്ലേലൂയ. sacrificed. ആരംഭത്തിങ്കൽ In the പറയുവാനിടയായി. beginning we said, ആമേൻ. നമ്മുടെ പാട്ടല്ലേ ആരാധന. not our songs and നമ്മുടെ our worship, സ്തോത്രമല്ലേ our ആരാധന. thanks is not വചന worship. ശുശ്രൂഷയല്ല ആരാധന. The word of God that we preach ഇതെല്ലാം is not worship. ആരാധനയുടെ ഭാഗം These are all തന്നെയാണ്. parts of worship. ആമേൻ. നാമാണ് ആരാധന. We are the worship. നാമാണ് ആരാധന. We are worship. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും We are the temple of the Lord. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? You should know that the Spirit of the Lord ആമേൻ. resides in ദൈവത്തിന്റെ you. മന്ദിരം എന്തിനു വേണ്ടിയാണ്? What is the temple of ആമേൻ. God for? അത് ആരാധനയ്ക്ക് It is വേണ്ടിയാണ്. for worship. അങ്ങനെയാണെങ്കിൽ If that's the case, ആമേൻ, നാമാണ് ആരാധന. we are ഇവിടെ worship ourselves. ഇസ്ഹാക്കാണ് ആരാധന. Here Isaac is അവന്റെ the worship. പ്രാണനാണ് ആരാധന. His life is the ആമേൻ. worship. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് എന്ന് മാത്രമുള്ളവനാണ്. God is yes and yes in His promises. ഇസ്ഹാക്കിനെ കുറിച്ച് ദൈവം ഒരു വാഗ്ദത്തം God കൊടുത്തിട്ടുണ്ട്. has given a promise about ആ Isaac. വാഗ്ദത്തം കൊടുത്തവൻ തന്നെയാണ് അവനെ യാഗപീഠത്തിൽ വെക്കുവാൻ The same പറഞ്ഞത്. Lord says to lay him on the Praise the altar for Lord. sacrifice. ആമേൻ. തലമുറയെ കുറിച്ചൊരു വാഗ്ദത്തം നമുക്കുണ്ട്. We have a promise about our ആമേൻ. ആ children. തലമുറയാണ് പലപ്പോഴും പ്രയാസങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും കടന്നു പോകുന്നത്. Most of those times those children go through sicknesses. മോൻ ജീവിച്ചിരിക്കുമോ എന്ന് പോലും ഞാൻ ഭാരപ്പെട്ട സമയങ്ങളുണ്ട്. There were times when I ആമേൻ. feared my son would be ആമേൻ. എന്നാൽ alive. ദൈവം അതിൽ നിന്നെല്ലാം But God വിടുവിക്കുവാനിടയായി. delivered us from all അപ്പോൾ of that. ഇസ്ഹാക്കിനെ കുറിച്ച്
വെച്ച് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ So if God has promised to Abraham ആമേൻ, regarding ഹല്ലേലൂയ, Isaac, നിന്റെ ദാസനല്ല, it's not your servant, ആമേൻ, എലയാസർ അല്ല, not Eleazar, ദമ്മേശേക്കുകാരനല്ല, not Eleazar the നിന്റെ Damascus, കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടുന്നവൻ. from you. ആമേൻ, ദൈവം ഒന്നിനെയേ കൊടുത്തുള്ളൂ. God gave him only ആമേൻ, one. അവനെ കുറിച്ചാണ് വാഗ്ദത്തം വന്നിരിക്കുന്നത്. Promises regarding that അവനെ one. തന്നെയാണ് യാഗമർപ്പിക്കുവാൻ The same പറഞ്ഞത്. person needs to be ആമേൻ, ദൈവം sacrificed. അവിടെ ആവശ്യപ്പെട്ടത്, God is asking ആമേൻ, for, ഇസ്ഹാക്ക്, ആമേൻ, നിന്റെ ആമേൻ എന്നോടുള്ള ഏകാഗ്രതയെ കുറയ്ക്കുവാനിടയായി. God is telling him, Isaac has reduced your ആമേൻ, concentration on me. നിന്റെ എന്നോടുള്ള ആരാധനയെ ആമേൻ He കുറയ്ക്കുവാനിടയായി. has reduced your ആമേൻ, worship to അത് me. ഞാൻ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. I want to end that. എന്നിട്ട് അതിന്റെ മീതെ ആമേൻ ചില ഉടമ്പടികളുടെ ഉറപ്പ് നൽകുവാൻ And over ആഗ്രഹിക്കുന്നു. that, I want to give you some ആമേൻ, covenants. അത് സംഭവിക്കണമെങ്കിൽ For that to happen, ഇസ്ഹാക്ക് ഒരു ആരാധനയായി മാറണം. Isaac has to become a worship. ഇസ്ഹാക്കിന്റെ ജീവനാരാധന. The life of Isaac has to be a worship. അപ്പൊ പഴയ നിയമത്തിലും So in the Old പഴയ Testament, നിയമത്തിലെ ദൈവം തന്നെയാ പുതിയ നിയമത്തിലെ ദൈവം. same God of the New Praise the Testament. Lord. കവനന്റൽ ഡിഫറൻസിനാൽ ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. Just that some things have changed because of covenantal differences. ആരാധന ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടവർ തന്നെയാണ്. Worship is still for separated people of the Lord. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 4-5 വാക്യങ്ങളിലേക്ക് When വരുമ്പോൾ we do Genesis 4 verses 5, ആമേൻ 4-5 4 verses 4 and 5. വായിച്ചാട്ടെ. ആ ആ ആ ആ. കയീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. ആമേൻ, നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, We can see here, ആമേൻ, ഹല്ലേലൂയ, ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവിടെ മേധസ്സിൽ തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. Abel brought of the firstborn of his flock and of their fat ആമേൻ, ഹല്ലേലൂയ, portions. ആമേൻ, ഇവിടെ ഹാബേൽ ഒരു ആമേൻ യാഗം കൊണ്ടുവരികയാണ്. Here Abel is bringing a ആമേൻ, sacrifice. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, തന്റെ സഹോദരനെ കായീനും ആമേൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് ആമേൻ ഒരു യാഗം, ഒരു ഓഫറിംഗ്, ഒരു വഴിപാട് കൊണ്ടുവരുവാനിടയാണ്. Cain is also bringing an offering from the fruit of the ground. ഓഫറിംഗിന് ചിലപ്പോൾ വഴിപാടെന്നും ചിലപ്പോൾ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, യാഗമെന്നും പറയാറുണ്ട്. Offering can sometimes be called a sacrifice. ട്രാൻസ്ലേഷണൽ ഡിഫറൻസ് ആണത്. There's differences in നാം translation. പാരമ്പര്യ സഭകളിലായിരുന്നപ്പോൾ നാം വഴിപാട് When കൊടുക്കാറുണ്ടായിരുന്നു. we were in traditional churches, we used to give ആ offerings. വഴിപാടിനുള്ള ബന്ധത്തിൽ മണർകാട്ടായിരുന്നുകൊണ്ട് പല സ്ഥലങ്ങൾ ആമേൻ, പല സംഗതികൾ ഞങ്ങൾ ആമേൻ സമർപ്പിക്കാറുണ്ടായിരുന്നു. So in relation to that, we used to give a lot of things in relation to അത് offerings. നമ്മെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. Those things represent അവിടെ us. സമർപ്പിക്കപ്പെടുന്ന നമ്മയാണ്. We submit ourselves Praise the there. Lord. Amen. ആമേൻ, ഇവിടെയും Here too, അതുപോലെ നമുക്ക് കാണുകയാണ്. we can see that here പലരും as well. പറയുന്നുണ്ട്, A lot of people say രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. there is no redemption other than the blood അതുകൊണ്ട് being spilled. ദൈവം ആഗ്രഹിച്ചത് ബ്ലഡ് സാക്രിഫൈസ് ആണ്, രക്തം ചിന്തിയുള്ള ആമേൻ ആരാധനയാണ്, അല്ലെങ്കിൽ യാഗമാണ്. So a lot of people say God wanted a sacrifice where blood ആമേൻ, is spilled. കായീൻ കഴിച്ചത് തന്റെ കൃഷിയിടത്തിൽ നിന്നുള്ളതാണ് ആരാധന കഴിച്ചത്. Cain gave a sacrifice of Amen. from his field. അതുകൊണ്ടാണ് കായീന്റെ ആരാധനയെ ദൈവം സ്വീകരിക്കാതെ Some വന്നത്. people say it's because of that God Amen. didn't accept Cain's sacrifice. അങ്ങനെയല്ല. That's not the case. ആരാധനയ്ക്ക് വിധികൾ കൊടുക്കുമ്പോൾ When God lays ആമേൻ, down, മോശയോട് യാഗങ്ങളെ കുറിച്ച് when പറയാറുണ്ട്. God talks to Moses about ആ യാഗങ്ങളിൽ sacrifices, ഒരു യാഗം തന്നെ ആമേൻ, ഹല്ലേലൂയ, ഫസ്റ്റ് ഫ്രൂട്ട്സിന്റെ യാഗമാണ്. one of those offering itself is the fruit offering of the first fruit. ദൈവത്തിന് യാഗമർപ്പിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ആമേൻ ആടുമാടുകളെന്നോ പക്ഷിപർവ്വജാതികളെന്നോ ആമേൻ നിലത്തിലെ അനുഭവമെന്നോ ദൈവത്തിന് So വ്യത്യാസമില്ല. God does not have any separation in terms of animal, പിന്നെ bird, or fruit. എന്താണ് ഇവിടെ when we give them സംഭവിച്ചത്? sacrifice. So what happened ആമേൻ, here? 5-ാമത്തെ വാക്യം കൃത്യമായി പറയുന്നു. We can listen to it in verses ആമേൻ, 5. കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. God did not ആമേൻ, please in Cain and 4-ാം his വാക്യത്തിൽ offering. നാം വായിച്ചു, In verses 4 we യഹോവ can read. ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. We can read God was pleased in Abel and ആമേൻ, his ഹല്ലേലൂയ, sacrifice, കായീനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. not in Cain and his offering. Praise the Lord. Amen. അപ്പൊ ദൈവം വഴിപാടിൽ പ്രസാദിക്കാത്തതിന്റെ കാരണം, So the reason why God did not have regard for that യാഗം offering, സ്വീകരിക്കാത്തതിന്റെ the കാരണം, reason why he did not accept that offering, യാഗമർപ്പിക്കുന്നതിൽ അവൻ പ്രസാദിച്ചില്ല. he was not pleased in giving a ആമേൻ, sacrifice. യാഗത്തെക്കാൾ പ്രധാനം More than the sacrifice, യാഗമർപ്പിക്കുന്നവനാണ്. it's the person who gives a അന്യഭാഷയേക്കാൾ sacrifice. പ്രധാനം More than tongues, അന്യഭാഷ പറയുന്നവനാണ്. the person who says tongues. രോഗശാന്തിയേക്കാൾ പ്രധാനം More than healing, ആമേൻ, ആ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. God looks at the person who ആമേൻ, does the ministry. പ്രസംഗത്തെക്കാൾ പ്രധാനം More than important than ആമേൻ, preaching, പ്രസംഗിക്കുന്നവരാണ്. it's the preacher. ആമേൻ, ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്. That's why
why the songwriter ആമേൻ, wrote, എന്നിലും ശക്തന്മാർ, people who were stronger than എന്നിലും me, ഭക്തന്മാർ, people who were holier than me, വീണു തളർന്നീ പോർക്കളത്തിൽ, they fell in this war ground. ആമേൻ, വീണു തകർന്നീ പോർക്കളത്തിൽ. This battleground that they fell in. Praise the Lord. Amen. അനേകരും പിശാചിനാൽ വഞ്ചിതരാണ്. Many people are being ആമേൻ, അവർ ഇന്നും deceived by the pastors devil. ആണ്. They're still pastors. അവർ ഇന്നും ആരാധനക്കാരാണ്. They're still അവർ worshippers. ഇന്നും They're പ്രസംഗിക്കുന്നവരാണ്. still preachers. ആമേൻ, അവർ ഇന്നും അന്യഭാഷ പറയുന്നവരാണ്. They speak in tongues as ആമേൻ, well. ദുഷ്പ്രവർത്തിക്കാരേ, Evildoers, എന്നെ വിട്ടുപോകുവീൻ. let go of me. Amen. Amen. Holy Communion that happened in Kerala this time. Yeah. Praise the Lord. Hallelujah. കർത്താവിന്റെ മേശയാണോ, If it's the table of the Lord ഭൂതങ്ങളുടെ മേശയാണോ, or table of the demons, ശരീരത്തെ വിവേചിക്കുക. you need to check കർത്താവിന്റെ yourselves. ശരീരമാകുന്ന സഭയെ വിവേചിക്കുക. You need to discern the church of Christ. Amen. Praise the Lord. Amen. Praise the Lord. Amen. ആമേഹലേ, എൻ്റെ അഭിപ്രായത്തിൽ In my opinion, ഇന്നത്തെ കൺവെൻഷനുകളിൽ തിരുമേശയുടെ ശുശ്രൂഷ നടത്തരുത്. the Holy Communion should not happen in conventions ആമേൻ, nowadays. സഭകളിൽ മാത്രമേ നടത്താവൂ. It should be limited to churches. ആമേൻ, ഭക്തന്മാർ കൂടി വന്നാൽ When holy ആമേൻ, saints അത് come together, കർത്താവിന്റെ ശരീരമാണ്. it's the body of the ആമേൻ, Lord. എന്നാൽ വിവേചിക്കുമ്പോൾ But when you discern, ഇങ്ങനെയുള്ള കൂട്ടത്തിൽ പലരും കൃപയിൽ നന്യപ്പെട്ടവരാണ്. these kind of groups, a lot of people have fallen away from the grace. They're just not അവരുടെ backsliders. ജീവിതത്തിൽ യേശുവിനെ തള്ളി They പറഞ്ഞവരാണ്. have rejected Lord Jesus in their lives. Praise the Lord. Amen. Praise the Lord. Amen. ആമേൻ, കർത്താവിന്റെ മേശ നിസ്സാരമല്ല. The table of the Lord is ആമേൻ, not അത് simple. രക്ഷിക്കപ്പെട്ടവർക്കുള്ളതാണ്. It's for people who are ആമേൻ, saved, അത് വിശുദ്ധിയുള്ളവർക്കുള്ളതാണ്. for people who are holy. അത് വേർപാടുള്ളവർക്കുള്ളതാണ്. It's for people who are need a separated അവരിലാണ് life. ദൈവം പ്രസാദിക്കുന്നത്. It's in those people that the ആമേൻ, Lord if will please God Him. is not pleased with me, whatever the ministry I do, it is all vain. Hallelujah. Hallelujah. Praise the Hallelujah. Lord. Hallelujah. Praise the Lord. Amen. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നില്ലെങ്കിൽ, If the Lord does not please നാം in us, ദൈവത്തിന് സൗരഭ്യവാസനയായി തീരുന്നില്ല we're എങ്കിൽ, not becoming an aroma for the നാം Lord. ഒരു യാഗമായി തീരുന്നില്ല എങ്കിൽ, We're not being a നാം ഒരു sacrifice for the ആരാധനയായി Lord. മാറുന്നില്ല We're എങ്കിൽ, not becoming a worship for ആമേൻ, the അതുകൊണ്ട് Lord. യാതൊരു വിശേഷവുമില്ല. There's nothing great about that. അതുകൊണ്ട് തന്നെ തന്നെ ശോധന ചെയ്യുവാൻ പറയുന്നത്. That's why you need to discern ourselves. Praise the Hallelujah. Lord. Hallelujah. ആമേൻ, നാം ആരും വിശുദ്ധിയിൽ തികഞ്ഞവരല്ല. None of us are complete in ആമേൻ, holiness. ഹോളിനെസ് പെർഫെക്ഷന്റെ ഒരു ദിവസമുണ്ട്. There is a day where our holiness will become perfect. അതുവരെയും നാം അതിൽ വളർന്നു വരുന്നവരാണ്. Till that day we just ആമേൻ, grow in it. പിടിച്ചു എന്നല്ല, Not that we attained it, പിടിക്കാമോ എന്ന് thinking of ആമേൻ, getting it. ശ്രേഷ്ഠ അപ്പോസ്തലനാണ് പറയുന്നത്. Apostle Paul says that. അങ്ങനെയെങ്കിൽ നാമോ, In that case, Praise us. the Lord. Amen. ഈ ദിവസങ്ങളിൽ നാം ഇതൊക്കെയും കണ്ടും കേട്ടും മനസ്സിലാക്കുമ്പോൾ When we understand these things ഏറെ nowadays, ദൈവഭയമുള്ളവരാണ്. we need to fear the Lord a lot more. ദൈവഭയമുള്ളവരാണ്. We need to fear the Lord a lot ഏറെ more. സമർപ്പിതരാണ്. We need to be more ഏറെ submissive. യേശുവുമായിട്ട് We need ബന്ധമുള്ളവരാണ്. to be in close contact അവന്റെ with Jesus. സഭയോട് ഇഴുകി ചേർന്നവരാണ്. Be close with His church. ആത്മാവിന്റെ ശക്തി അനുഭവിക്കുന്നവരായി, To experience His power. ആത്മസ്വരം കേൾക്കുന്നവരാണ്, To listen to the voice of the Holy Spirit. ആത്മശബ്ദം കേൾക്കുന്നവരാണ്. To listen to the voice of the Holy Spirit. Praise the Lord. Hallelujah. അവൻ വയലിൽ നിന്ന് കൊണ്ടുവന്നത് യാഗമർപ്പിച്ചത് കൊണ്ടല്ല. Not because he brought fruit from the field. അവൻ അല്ലെങ്കിൽ ഹാബേല് അവൻ ആട്ടിൻകൂട്ടത്തിൽ ശ്രേഷ്ഠമായതിനെ അർപ്പിച്ചത് കൊണ്ടല്ല. Not because Abel offered the Praise the fine Lord. fat. ദൈവ സന്നദ്ധിയിൽ എന്തെങ്കിലും കൊണ്ടുവന്ന Even if you bring something in God's presence, പൂർണ്ണ ഹൃദയത്തോടെ it should be with your whole പൂർണ്ണ heart. മനസ്സോടെയാകണം. Your whole heart. അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനല്ല. Not for men to see. വലങ്കൈ ചെയ്യുന്ന ഇടകൈ അറിയുവാൻ What the right hand does, the left should know. എന്നാൽ ദൈവം അതിനെ ആദരിക്കും. God will honor ദൈവം that. അതിനെ മാനിക്കും. God will honor അത് that. ദൈവം രേഖപ്പെടുത്തും. God will record അതിന്റെ that. പ്രതിഫലം നമ്മുടെ മേൽ വരും. He'll give us the നമ്മുടെ gifts തലമുറകളുടെ മേൽ വരും. on our children. എപ്പോൾ When? നാം ദൈവത്തിന് പ്രസാദമായി യാഗമായി When we തീരുമ്പോൾ. become a pleasing sacrifice to the Lord. Praise the Lord. Hallelujah. ഒത്തിരി പേര് ലക്ഷങ്ങൾ A lot of ചെലവഴിക്കുന്നു. people spend lakhs, ഹല്ലേലൂയ. എന്നാൽ അതൊന്നും ദൈവം മാനിക്കുന്നതല്ല. not things that God കാരണം pleases. അത് ദൈവത്തിനെന്നതുപോലെയല്ല. It's not like ആമേൻ, അത് unto God. ദൈവത്തിനല്ല. It's not for ആമേൻ, God. മനുഷ്യർക്ക് It's വിളങ്ങേണ്ടതിന്. for people to see. ആമേൻ, ഇപ്പോൾ ഞാൻ പറയട്ടെ. Let me tell you now. ആമേൻ, ഹല്ലേലൂയ.
ദൈവജനത്തെ തെറ്റിക്കുന്നത് The things that ആമേൻ ദുഷ്ടനായ പിശാച് അല്ലെങ്കിൽ ഇരുട്ടിന്റെ ആത്മാക്കളല്ല. it's not Satan that deceived the children of അവർ God. അതിന്റെ പിന്നിലുണ്ട്. Yes, he's behind ആമേൻ. it. എന്നാൽ ഇന്ന് അനേകരെ തെറ്റിക്കുന്നത് A lot of things ആമേൻ deceive the children ദൈവസന്നിധിയിൽ of people. നിൽക്കുന്നവരെന്ന് It's പറയുന്നവരാണ്. people who stand in the presence of the ഒരു Lord. സമയത്ത് പ്രയോജനപ്പെട്ടവരാണ്. People who were used പലരും once അവരെ upon a time. കണ്ടിട്ട് അവരെ പോലെ ആയിത്തീരുകയാണ്. When a lot of people see them, they try and become like അവർക്കാകാമെങ്കിൽ them. നമുക്ക് Why എന്തുകൊണ്ടായിക്കൂടാ? can't we be like them? ആമേൻ. ഇതിനപ്പുറത്ത് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്നവരെ കാണുവാനിടയാ. We can see people who tell that there's nothing apart from Praise this. the Lord. ലോക ചരിത്രം രണ്ടായി മാറിയിട്ടുണ്ടെങ്കിൽ If the history of the world has been ആമേൻ, divided to ക്രിസ്തുവിന് two, മുമ്പ് ക്രിസ്തുവിന് പിമ്പുമെന്ന് ചരിത്രം if രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ history has been divided before Christ and after അവനെ his death, ക്രൂശിക്ക എന്ന് ഇസ്രായേൽ പ്രജകൾ if നിലവിളിച്ചിട്ടുണ്ട് the people of Israelites said to അവൻ crucify him, ക്രൂശുമരവും ചുമന്നുകൊണ്ട് ഗോൽഗോഥയിലേക്ക് പോയിട്ടുണ്ട്. if he carried his cross to Golgotha, പിതാവേ തൃക്കരങ്ങൾ എന്റെ പ്രാണനെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ Father, I place my soul into your hands. If he ആമേൻ, said that, ഹല്ലേലൂയ. ആ ശതാധിപൻ സാക്ഷാൽ നീതിമാനായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ the centurion said he was truly ആമേൻ, righteous. അവന്റെ കല്ലറ ഇന്നും തുറക്കപ്പെട്ട് കിടക്കുന്നു If എങ്കിൽ his tomb is still open today, ആമേൻ, അവൻ പോയതുപോലെ വീണ്ടും he വരും. will come back just തന്നിൽ as he left പ്രത്യാശ വെച്ചവരെ ചേർക്കുവാൻ, to receive the hopeful തന്റെ ones, ആരാധനക്കാരെ ചേർക്കുവാൻ, to receive his ആമേൻ, worshippers, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയെ to ചേർക്കുവാൻ receive his എന്റെ bride. യേശു വേഗം വരും. My Jesus will come ഇല്ലെങ്കിൽ ഈ soon. പ്രസംഗം വ്യർത്ഥമാ. If not, this preaching is അല്ലെങ്കിൽ എന്റെ in vain. വിശ്വാസം വ്യർത്ഥമാ. My faith is in vain. Praise the Hallelujah. Lord. Hallelujah. എന്താണ് ഈ യാഗം? What is sacrifice? നാമാണ് ഈ യാഗം. We are the നമ്മുടെ sacrifice. പ്രാണനാണ് ഈ യാഗം. Our soul is the നമ്മുടെ sacrifice. ജീവനാണ് ഈ യാഗം. Our life is the നാമാണ് sacrifice. ആരാധന. We are worship. നാമാണ് അവന് സൗരഭ്യം. We are his aroma. Praise the Lord. Hallelujah. ദൈവം ഹാബേലിൽ പ്രസാദിച്ചു. God was pleased in ആമേൻ. Abel. അതുകൊണ്ട് അവന്റെ യാഗത്തിൽ പ്രസാദിച്ചു. He was pleased in his ആമേൻ. offering. ഹല്ലേലൂയ. Hallelujah. കായീനിൽ പ്രസാദിച്ചില്ല. Not in Cain. അതുകൊണ്ട് അവന്റെ ആരാധന സ്വീകരിച്ചില്ല. Therefore not in എബ്രായ his ലേഖനം offering. 11-ാം അധ്യായം Hebrews chapter 11 says, ആമേൻ, അതിന്റെ 4-ാമത്തെ വാക്യം. verses 4. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയ്യേണ്ടതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ആമേൻ. ഹാബേലിന് നീതിമാൻ എന്നൊരു സാക്ഷ്യം. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ആമേൻ. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. God commended his sacrifice. ആമേൻ. ഇവിടെ നമുക്ക് എന്താണ് കാണുവാൻ കഴിയുന്നത്? What do we see here? ആമേൻ. ഹല്ലേലൂയ. ഹാബേൽ Abel. ആമേൻ കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. Abel offered a Praise sacrifice the more Lord. acceptable ആമേൻ. than Cain. ഉത്തമമായ യാഗം കഴിച്ചു. More acceptable than എന്തുകൊണ്ട് അവൻ Cain. ഉത്തമമായ യാഗം കഴിക്കുവാനിടയാ? Why was he able to give a more acceptable അവൻ sacrifice? ഉത്തമനായിരുന്നതുകൊണ്ട്. Because he was more acceptable to Praise the the Lord. Lord. Amen. നാം വിശുദ്ധരാണെങ്കിൽ മാത്രമേ Only if we're holy, അവൻ വിശുദ്ധിയുടെ ആരാധന we നമുക്ക് കഴിക്കുവാൻ can കഴിയും. give a holy sacrifice to the Lord. പ്രിയമുള്ളവരെ, മത്സരം നടന്നപ്പോൾ, Dear ones, when വഴക്കുകൾ നടന്നപ്പോൾ, when there was quarrels ശണ്ഠകൾ here, ഉളവായി വന്നപ്പോൾ, when sounds raised, അന്നും അന്യഭാഷ ഇല്ലായിരുന്നു, weren't there tongues at that time as അന്നും well? Weren't പ്രസംഗമില്ലായിരുന്നു, there preachings at that അന്നും time as ഹല്ലേലൂയ well? തിരുമേശ ഇല്ലായിരുന്നു, Wasn't there Holy Communion at that time as മറച്ചു well? വെച്ച് പലതും മറച്ചു വെച്ച് We hid a lot of things, ആമേൻ. ഹല്ലേലൂയ. ദൈവസന്നെ pretend ചെയ്ത് pretending in the presence of God. അന്ന് കുഞ്ഞുങ്ങൾ പോലും ഒരു അന്യഭാഷ പറഞ്ഞു കാണും കേട്ടോ. Even children might have said, ആമേൻ. കുഞ്ഞുങ്ങൾ spoken എന്ന് in പറഞ്ഞാൽ tongues. രക്ഷിക്കപ്പെടാത്തവർ. When I say children, I say അപ്പൊ ഈ people who are not അന്യഭാഷയൊക്കെ saved. എവിടുന്നാ വരുന്നത്? So where are all these tongues coming ആമേൻ. from? ദൈവം നമ്മിലാണ് പ്രസാദിക്കുന്നത്. God pleases in ദൈവം us. നമ്മിലാണ് He പ്രസാദിക്കുന്നത്. pleases in us. ആമേൻ. രക്ഷിക്കപ്പെടാത്തവരെ കൊണ്ട് അന്യഭാഷ പറയുന്നവരെ സൂക്ഷിച്ചു കൊള്ളുക. You need to be careful of people who make people who are not saved. തുമ്പുകിട്ട ഇടയന്മാരത്രേ. They're not the right ആമേൻ. shepherds. കൗലിടയന്മാരത്രേ. They're false shepherds. ആത്മശക്തി വ്യാപരിച്ച, When the Spirit of the Lord ആത്മീക works, ഉണർവുണ്ടായ, when there's an awakening of the ഉണർവിന്റെ നദി Spirit, പുറപ്പെട്ട, when the river of awakening is ജ്ഞാനികൾക്കും open, പ്രഭുക്കന്മാർക്കും മറച്ച്, things that were hidden to ആമേൻ, wise men ശിശുക്കൾക്കും മുല will be കുടിക്കുന്നവർക്കും revealed to babes. ഒരുപോലെ വെളിപ്പാട് നൽകുന്ന ദൈവമുണ്ട്. God who reveals the ആമേൻ. same to മുല babes. കുടിക്കുന്ന ഒരു പൈതൽ, I mean, ആമേൻ, a baby who's സംസാരിക്കാൻ nursing, തുടങ്ങാത്ത പൈതൽ, a baby who's not ആമേൻ, talking. ഹല്ലേലൂയ, പ്രവചനം പറഞ്ഞാൽ, When he prophesies, വെളിപ്പാട് പറഞ്ഞാൽ, when he says visions, ആമേൻ, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. I will accept that. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, Why? അതൊരു ഉണർവിന്റെ Because that is a തുടക്കമാണ്. sign of ഒരു revival. ഉണർവിന്റെ കണ്ടിന്യൂഷൻ ആണ്. That's a continuation of ആത്മനദി revival. ഒഴുകിയതിന്റെ കണ്ടിന്യൂഷൻ That's a ആണ്. continuation of അത് the Spirit of the, പ്രവചനങ്ങളുടെ നിവർത്തിയോ. that's a fulfillment of promises.
and prophecies. Praise the Lord. Amen. ആമേ കുഞ്ഞുങ്ങളിൽ ദൈവം വെളിപ്പാട് നൽകും. God will give visions to ആമേ children. കുഞ്ഞുങ്ങളിൽ ദൈവം കൃപാവരങ്ങൾ നൽകും. God will give gifts to അവർ children. രോഗശാന്തിയുടെ ശുശ്രൂഷ ചെയ്യും. They will do ministries of അവർ healing. ഭൂതങ്ങളെ They പുറത്താക്കും. will cast out demons. ഇപ്പോഴല്ല. Not now. ആമേൻ ദൈവിക വാഗ്ദത്ത നിവർത്തിയുടെ സമയം വരുമ്പോൾ When the time of the fulfillment of the promise of the Lord happens, the revival that happens at that time, ബാലന്മാർ ദർശനങ്ങൾ കാണുന്ന, boys will see visions. വൃദ്ധന്മാർക്ക് പ്രവചനങ്ങൾ ദർശനങ്ങൾ ഉണ്ടാകുന്ന, Older men will see ആമേൻ, ആ visions. അനുഭവം ഉണ്ടാകുവാൻ That experience will happen at that day. കിടക്കയിൽ നാളുകളായി കിടക്കുന്നവർ Even people on അവർ their bed for a എഴുന്നേറ്റ് lot of ദൈവത്തെ days, ആരാധിക്കുവാനിടയാകും. they will come up and worship the ആമേൻ, Lord. ഇത് സംഭവിക്കുന്ന ഉണർവിലാണ്. This happens in revival. Praise the Lord. Amen. ഉണർവിന്റെ ആരംഭം എവിടുന്നാണെന്നറിയാമോ? You know where's the beginning of revival from? എവിടുന്നാണ് ഉണർവിന്റെ ആരംഭം? Where did the beginning of revival ഹൃദയ happen? നുറുക്കം, From their contrite ഹൃദയ heart. തകർച്ച, From a contrite ആമേൻ, heart. ദൈവത്തിന് നെടുമ്പാട് വീണുള്ള നിലവിളി. Being in the Lord's presence. ആമേൻ, ഹല്ലേലൂയ. അതിരാവിലെ കൊറിയയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്ന ഭക്തന്മാരുണ്ടായിരുന്നു. I know who are saints who wake up in the ആമേൻ, morning in 5 Korea. പേരാൽ ആരംഭിക്കപ്പെട്ട ആരാധന. A worship that started with ആമേൻ, 5 ഹല്ലേലൂയ. അവർ people. കൂടി വന്നു കഴിയുമ്പോൾ When they come together, ആദ്യ നാളുകളിൽ നിലവിളിയായിരുന്നു in the beginning days it was screaming, crying out to the Lord. It was crying out to the Lord. It was crying out to the Lord. It was repentance. They used to embrace and cry for a long time. That is where the Spirit of the Lord worked. That's where the river of the Spirit flowed. That's where the fire revival happened. It happens in Wales. It happened in the upper room. When they came in together, the 120, when they prayed to the Lord, Praise the Lord. hallelujah, 10 ദിവസത്തെ സമർപ്പണത്തിന്റെ, a submission for 10 10 days, ദിവസത്തെ മടങ്ങിവരവിന്റെ, coming back of 10 10 days, ദിവസത്തെ പശ്ചാത്താപത്തിന്റെ, a repentance of 10 യേശുവേ days. നിന്നോട് ഞങ്ങൾ പാപം ചെയ്തു പോയി. Jesus, we sinned യേശുവേ നിന്നെ against വിട്ട് you. ഞങ്ങൾ We ഓടിപ്പോയി. went astray from ആമേൻ, you. പഴയ പണിയിലേക്ക് പോയി. We went back to what we ആമേൻ, did. നിന്റെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ കൈക്കൊണ്ടില്ല. Didn't accept your word നീ in our പറഞ്ഞത് hearts. ഞങ്ങൾക്ക് മനസ്സിലായില്ല. We didn't understand what ആമേൻ, you അവിടുന്ന് spoke. ഞങ്ങളോട് ക്ഷമിക്കണമേ. Lord, forgive us. അവർ ഒരുമനപ്പെട്ടു. When they came നിന്റെ together, വാഗ്ദത്തത്തിനായി we കാത്തിരിക്കുകയാണ്. were waiting for your അങ്ങയുടെ promise. ആത്മാവിനെ പകരണമേ. God, send your spirit. ആമേൻ, അവിടെ ആത്മപകർച്ച That's ഉണ്ടാകും. where the spirit of the spirit Praise the flows. Lord. Amen. ടൊപ്പേക്ക കൻസാസിൽ ഉണ്ടായതും അത് തന്നെയാണ്. In Kansas, that ആമേൻ, was ഹല്ലേലൂയ. happened. ഒരു ഉണർവുണ്ടായി എന്ന് പറഞ്ഞാൽ When we say a revival happened, ചെയ്യുക, അവിടെ ഒരു മനസ്താപം ഉണ്ടായിട്ടുണ്ടോ? was there a ആമേൻ, repentance? ഹല്ലേലൂയ. അവിടെ ഒരു ഏറ്റുപറച്ചിൽ ഉണ്ടായിട്ടുണ്ടോ? Was there a ആമേൻ, അവിടെ ഒരു repentance there? പശ്ചാത്താപം ഉണ്ടായിട്ടുണ്ടോ? Did they repent there? അവിടെ യഹോവയുടെ ഹല്ലേലൂയ ആൽഫയുടെ നദി ഒഴുകുവാനിടയായോ? The river of the Alpha flow ആമേൻ, there. ദൈവ സ്നേഹത്തിന്റെ നദി The ഒഴുകുവാനിടയായോ? river of the love of the Lord ആമേൻ, flow there. കൂട്ടായ്മയുടെ ശക്തി വെളിപ്പെടുവാനിടയായോ? The power of fellowship എങ്കിൽ was it മാത്രമേ revealed ഇത് there? ഉണർവായി മാറുവാനിടയാകും. Then only it happens, ആമേൻ, അത് a revival happens. സംഭവിക്കണമെങ്കിൽ For that to happen, ദൈവം നമ്മിൽ പ്രസാദിക്കണം. God should please ആമേൻ, in us. വിശ്വാസത്താൽ ഹാബേൽ By faith, Abel, ആമേൻ കയീന്റേതിലും ഉത്തമമായ യാഗം he കഴിച്ചു. submitted a sacrifice more എന്തുകൊണ്ട് acceptable അവൻ than ഉത്തമമായ Cain's. യാഗം കഴിപ്പാനിടയായി? Why was he able to അവൻ submit an ദൈവസന്നിധിയിൽ acceptable sacrifice? ഉത്തമനായിരുന്നു. Because he was more acceptable to ദൈവം God. അവനിൽ പ്രസാദിച്ചിരുന്നു. God was pleased in അവൻ him. അതുകൊണ്ടാണ് അവന് ദൈവപ്രസാദമുള്ള യാഗം That is കഴിക്കുവാനിടയായത്. why he was able to അതുകൊണ്ട് ദൈവം അവന് more നീതിമാനെന്ന് acceptable sacrifice. He was വിളിക്കുവാനിടയായി. called righteous by the Lord for that. പിന്നെ അധികം ദിവസം ജീവിച്ചില്ല കേട്ടോ. But he didn't stay alive for a lot of അവൻ days ഒരു after യാഗം that. അർപ്പിച്ചു. He offered a യാഗം sacrifice. ദൈവം സ്വീകരിച്ചു. God received the അവൻ അധികം sacrifice. ദിവസം ജീവിപ്പാനിടയായില്ല. He was not പക്ഷേ alive for a അവന് lot of days after നീതിമാനെന്ന that. സാക്ഷ്യമുണ്ടായി. But he was commended righteous by the എന്തിനാ Lord. ഒത്തിരി ദിവസം താമസിക്കുന്നത്? Why do you need to live for a lot of എന്തിനാ ഒരു days? പുരുഷായുസ്സ് മുഴുവൻ എത്തുന്നത്? Why do you need to live for a full ആമേൻ, lifetime? ഹല്ലേലൂയ. ആമേൻ, ആത്മീക പെർഫെക്ഷൻ ഉള്ള ഒരു ജീവിതം. A life of spiritual ആമേൻ, അതെത്ര അതെത്ര വർഷമായിരുന്നാലും, How many years ആമേൻ, that ഹല്ലേലൂയ, is? അതിന്റെ അവസാനത്തെങ്കിൽ The end അവൻ of that, പേർ വിളിക്കുന്ന അനുഭവം. The calling out of your name. ആമേൻ, പ്രിയമുള്ളവരെ, നമ്മിൽ ദൈവം പ്രസാദിക്കട്ടെ. Let the Lord please in us, dear ആരാധനയിൽ ones. ദൈവം പ്രസാദിക്കട്ടെ. Let Him please in our നമ്മുടെ worship. കുഞ്ഞുങ്ങളിൽ ദൈവം Let Him please in our പ്രസാദിക്കട്ടെ. children. ആമേൻ, അവരിൽ ആത്മനദി പൊങ്ങി Let the river of the വരുവാനിടയാകട്ടെ. Spirit come up in ആമേൻ, them. അതുകൊണ്ട് For that, അവന്റെ വഴിപാട് ദൈവം സാക്ഷ്യം പറഞ്ഞു. God was a testament ആമേൻ, to His ആദ്യം sacrifice. ഹാബേലിന് സാക്ഷ്യം ദൈവം പറഞ്ഞു. He was a testament to ആമേൻ, Abel. ഹാബേൽ നീതിമാൻ. He's commended Abel as righteous. രണ്ടാമത്, Secondly, ആമേൻ, അവന്റെ വഴിപാടിന് സാക്ഷ്യം പറഞ്ഞു. commended his ആമേൻ, sacrifice. അതുകൊണ്ട് For that, മരിച്ച ശേഷവും even after his death, അവൻ വിശ്വാസത്താൽ he സംസാരിച്ചുകൊണ്ടിരിക്കും. talked in faith, by faith. Praise the Lord. Hallelujah. ആമേൻ, ആരാധന എന്ന് പറയുന്നത്
worship, ദൈവസന്നിധിയിൽ യാഗമായി തീരുന്നതാണ്. it is something that is a sacrifice in the Lord's presence. യാഗപീഠമില്ല. We don't have an നമുക്ക് altar. കാളക്കുട്ടിയെയും കൊണ്ട് We പോകണ്ട. don't have an നമുക്ക് oxen. കാട്ടുകൊറ്റനെയും കൊണ്ട് വരണ്ട. We don't need to take a sheep. നമുക്ക് കുറുപ്രാവിനെയും കൊണ്ട് We don't need വരണ്ട. to take a pigeon. ആമേൻ. അതിനു പകരമായി Instead of that, സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ, thanksgiving സ്തോത്രം from എന്ന our യാഗം mouths അർപ്പിക്കുന്നവൻ as a എന്നെ sacrifice. മഹത്വപ്പെടുത്തുന്നു. He praises me. ആരാധകന്റെ ഉള്ളിൽ നിന്ന് From the ആമേൻ, worshipper, സ്തോത്രം എന്ന യാഗം വരുമ്പോൾ thanksgiving comes as a ദൈവം sacrifice. മഹത്വപ്പെടും. God is lifted ദൈവം there. മഹത്വപ്പെട്ടാൽ When God is praised, ദൈവശക്തി അയക്കപ്പെടും. His power is released. ദൈവശക്തി അയക്കപ്പെട്ടാൽ When His power is released, ആത്മവ്യാപാരമുണ്ടാകും. there is an anointing of the Holy Spirit. In that worship, കൃപാവരങ്ങളുടെ ശുശ്രൂഷ there will ഉണ്ടാകും. be ministry to the ആമേൻ. gifts of അതിനുവേണ്ടി the നമ്മെ Spirit. We സമർപ്പിക്കുവാൻ need to submit ourselves for that. ആമേൻ. കഴിഞ്ഞ കാലങ്ങളിലെ ആരാധനയിൽ In the past years, the worship, പോരായ്മകൾ God, വന്നിട്ടുണ്ട്. shortcomings if it happened in കയ്പ് us. വെച്ചുകൊണ്ട് ആരാധിച്ചിട്ടുണ്ട്. We had soreness and bitterness in us. വെച്ചുകൊണ്ട് If പ്രസംഗിച്ചിട്ടുണ്ട്. we preached in bitterness, കയ്പ് വെച്ചുകൊണ്ട് രോഗശാന്തിക്ക് വേണ്ടി if we പ്രാർത്ഥിച്ചിട്ടുണ്ട്. prayed for healing with അന്നൊന്നും ഞാൻ bitterness, ദൈവത്തിന് ആരാധനയല്ലായിരുന്നു. I was not offering worship to അന്നൊന്നും the Lord. ദൈവത്തിന് പ്രസാദമല്ലായിരുന്നു. It was not pleasing to the ആമേൻ. Lord. അന്ന് എനിക്ക് ആരാധനയായി മാറുവാൻ കഴിഞ്ഞില്ല. I couldn't become a ആമേൻ. അന്ന് sacrifice എന്റെ to the Lord. ആരാധന ദൈവം പ്രസാദിച്ചില്ല. God was not pleasing in my sacrifice. കണ്ണുകളെ അടയ്ക്കുമോ പ്രിയരെ? Close our eyes. ഒന്ന് സമർപ്പിക്കുവാനിടയാകും. Submit ourselves. പിതാക്കന്മാർ ആമേൻ അനുഗ്രഹമായി മാറിയതുപോലെ, അപ്പോസ്തലന്മാർ ആരാധനയായി മാറിയതുപോലെ, ആമേൻ ഉണർവിന്റെ നാളുകളിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആമേൻ ആരാധനയായി മാറിയതുപോലെ, അവർ ഒരു അനുഗ്രഹമായി മാറിയതുപോലെ, അവിടെ നിഴൽ തട്ടിയാൽ രോഗികൾ സൗഖ്യമാകുന്ന അനുഭവം ഉണ്ടായിരുന്നത് പോലെ ദൈവം നമ്മെ കുറിച്ച് അതല്ലേ ആഗ്രഹിക്കുന്നത്? ഒരേ ഒരു ആയുസ്സല്ലേ നമുക്ക് ഈ ഭൂമിയിലുള്ളത്. ആമേ. സഹോദരനെ നിസ്സാര എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യരെന്ന് വചനം പറയുമ്പോൾ നാം എത്ര നമ്മെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാ, എത്ര നമ്മെ പരിശോധിക്കേണ്ടത് ആവശ്യമാ. ആമേ. ഹല്ലേലൂയ. മിഥ്യാവിചാരങ്ങളെ ആമേ ഹല്ലേലൂയ നാം ന്യായം വിധിക്കാതെ, ന്യായീകരിക്കാതെ, സംശയ വിചാരങ്ങളെ വിധിക്കാതെ, Praise the Lord. തുറന്ന ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ പരിശുദ്ധ ആത്മാവ് വ്യാപരിക്കുന്ന ആമേ ഹല്ലേലൂയ ദൈവത്തിന്റെ യാഗമായ ജീവിതത്തോടെ, ദൈവത്തിന്റെ ആരാധനയായ ജീവിതമായി മാറുവാൻ. Praise the Lord. എസ്തേർ അനാഥ എന്ന് പേർ ചാർത്തപ്പെട്ടവളാണ്. എന്നാൽ പിന്നത്തേതിൽ തന്റെ ജനത്തിന് വേണ്ടി രാജസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്നവളായി മാറിയെങ്കിൽ നിരാശപ്പെട്ടു പോകല്ല ദൈവപൈതല്ലേ. ആമേ ഹല്ലേലൂയ. നീ നിന്നെ തന്നെ കുറ്റം വിധിക്കരുതേ. ആമേൻ. നീ ആക്സിഡന്റിൽ അല്ല,